വെള്ളത്തിന് കുറച്ച് ചൂട് കൂടുതലുണ്ടോ എന്നൊരു ഡൗട്ട്. കാലൊക്കെ മുടങ്ങിയതല്ല, അത്ര ചൂടൊക്കെ ആവാം. എടാ നീ നേരെ ചൊവ്വ വ്രതം നോക്കാതെയാണ് കയറിയത്? ആര് പറഞ്ഞു? നല്ല 916 വ്രതമായിരുന്നു. അത് ശരിയായിരിക്കും, അല്ലെങ്കിൽ ഇവന്റെ പുലി പിടിക്കുന്നതല്ലേ. പുലി പിടിക്കണമെങ്കിൽ ഇവന്റെ അച്ഛനാണ് പുലി പിടിക്കാനുള്ളത്. ഹലോ അപ്പൂപ്പൻ, ഇവന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ എന്റെയും കൂടെ അച്ഛനാണ്. ഓ അച്ഛനെ കളിയാക്കല്ലേ കേട്ടാ. ഓ ഓ ചെല്ല മോള് ഇരിക്കുന്ന ഞാൻ കണ്ടില്ല. അച്ഛന്റെ മോള് തന്നെ. ഓ ശരി, ഞാൻ പറഞ്ഞു എടുത്തേ. അന്ത പോയവർ കിട്ടും. നീ ഇതോടെ പോയിട്ട് വരുന്നു? കുറെ നേരം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കിടക്കണേ. ചുമ്മാ ചുമ്മാ അല്ല, നീ ശബരിമലയിൽ പോയി നിന്റെ കാലിന് കുഴപ്പമൊന്നുമില്ലേ? ഇല്ല. എങ്ങനെ കുഴപ്പം വരും? അവള് കാരണം കിടന്ന് ഓടി 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 അവളുടെ പുറകെ ഓടി എന്റെ കാലിലാണ് പ്രശ്നം വന്നത്. അല്ല വല്ലാതി ചേട്ടൻ വ്രതം പിടിക്കാത്തോണ്ടാ. കൊച്ചിന് വരെ കാര്യം മനസ്സിലായി. ഓടിയവള്, അവൾക്കറിയാം എന്റെ കണത്തിന് കിട്ടുമെന്ന്. നിങ്ങളുടെ അച്ഛനും അമ്മ എപ്പോഴും വരും? അറിയില്ല പപ്പാ, 2-3 ദിവസം എന്തായാലും പിടിക്കും. നേരത്തെ അപ്പൂപ്പൻ എന്തിനാ വേണ്ടി വിളിപ്പിച്ചേക്കുമല്ലേ. അപ്പൊ എന്തെങ്കിലും കൊളാപ്രാശം ഉണ്ടാക്കി പറ്റുമോ എന്തോ? അച്ഛനാണ് എന്തെങ്കിലും കൊളാബറേഷൻ ഉണ്ടാക്കിയെങ്കിൽ അപ്പൂപ്പൻ ഒറ്റയ്ക്ക് വിളിച്ചല്ലേ ഡോസ് കൊടുക്കത്തുള്ളൂ. അമ്മയും കൂടെ വിളിച്ച സ്ഥിതിക്ക് അച്ഛൻ ഉടായ്പൊന്നും കാണിച്ച് കാണത്തില്ല. ആ അത് ശരിയാണ്. ചേട്ടാ നീ കുറെ നേരം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കിടക്കുന്നേ, എന്തോ കള്ളത്തരം ഉണ്ടല്ലോ. അതെ, ഇതൊക്കെ മലക്കി പോയി വന്നതിന് ശേഷം എന്തൊക്കെയോ കാര്യമായ കള്ളത്തരങ്ങളുണ്ട്. കള്ളത്തരം മാത്രമല്ല, എന്തോ ഒളിച്ചു കളിയും ഉണ്ട്. സത്യം പറഞ്ഞോ പാറു, എന്താ കാര്യം? ഇത് ഭയങ്കര കഷ്ടമല്ലോ. കഷ്ടമായല്ലോ വിട്ടേരെ. എന്തെങ്കിലും ഉടായ്പ ഉണ്ടെങ്കിൽ ഇത്രയും വരട്ടുമ്പോഴത്തേനും പറയേണ്ടതാണ്. ഒന്നും ഉണ്ടാവൂല. അതും ശരിയാ. എനിക്ക് തോന്നണതേ ഇവിടെ സ്കൂളിൽ ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അരവാണയും ഉണ്ണിയപ്പൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടില്ലേ, അത് ഇവൻ എങ്ങാനും എടുക്കുമെന്നുള്ള ഡൗട്ടിലാണോ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുന്നത്? ഈ കാല് വയ്യാത്ത ഞാനാ. അതിന്റെ കാലിന്റെ കുഴപ്പമില്ല, കൈക്കും വായിക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. ചുമ്മാ കളിക്കില്ലേ ചേച്ചി? നിങ്ങളുടെ ഈ സംസാരം കേട്ടപ്പം എനിക്ക് തോന്നുന്നു ഇത് അടിയിൽ അവസാനിക്കുള്ളൂ. അതുകൊണ്ട് സംസാരം ഇവിടെ തന്നെ നിർത്തേക്കാം. അയ്യോ അപ്പൊ ഇവിടെ അടിയൊന്നുമില്ല, ഇത് ഇവിടുത്തെ സ്ഥിരം സംസാരമല്ലേ. നീല് പറഞ്ഞായിരുന്നു ഇവിടെ സ്ഥിരം അടിയാണെന്ന്. നമുക്ക് നമ്മളെ പറ്റി എന്തൊരു മതിപ്പാണല്ലേ. നമ്മളെ പറ്റിയല്ല, നിങ്ങളെ പറ്റി. നിന്റെയൊക്കെ സ്വഭാവത്തിന് അമ്മ ഇതും പറയും അപ്പുറവും പറയും. ಪಾಪ ಇನಿ ಬತ್ನಾತೆ ಇದ್ದಿದ್ದು ಚೂರು ದಿನ ಮೂಳೆ ಉಳ್ಳ ಕೆಲಸ ಅಂತ ಉಂಟು ಮಸ್ತ್ ಬರ್ಪೇನು ದಿನ. ಐ ಶಂಕರಣ್ಣ ಕೂಯ್ ನಿಕ್ಕ ಬಾ ಬಾ ಇದ್ದಿದ್ದಿ ಮೂಳು ಪಾತಿರ್ನ ಮೂಳೇನನ್ ಸುವರ್ ಜನ ಬರ್ತದ ಇದ್ದಿದ್ದಿ ಕೆಲಸ ಮಸ್ತ್ ಇತ್ತಂದ್ರೆ ಏನು ಬರ್ಪೆ ಇಲ್ಲಾಗ ಆಫೀಸ್ದ ಕೆಲಸ ಅಂತ ಆಯ್ಬತ್ತೆ ಏನು ಬರ್ಪೆ ಪಾಪ ಇದ್ದಿ ಪಾಪ ಏನು ಬರ್ಪೆ ಅಮ್ಮಡಲ್ಲ ಪಣ್ಲಿ ಅಂದಂದು ಹೈನ್ಲ ಒಳ್ತಂತೆ ಬರ್ಪೇನು. ಸರಿ ಸರಿ ಸುಖಪ್ಪಂಡ ಅಂತೆಲ್ಲ ಜಾಗ್ರತೆ ആവാ. രാമകുമാരാ, നീ ഫോണിൽ ആരെ ചീത്ത വിളിച്ചോണ്ടിരുന്ന? തീത്ത വിളിച്ചല്ല അച്ഛനോട് സംസാരിച്ച. അച്ഛൻ്റെ അടുത്താ ഇങ്ങനെ സംസാരിക്കുന്നത്? അണ്ണാ അത് ഞാൻ തുളുവാണ് സംസാരിച്ചത്. വീട്ടിൽ ഞങ്ങൾ തുളു തന്നെയാണ് സംസാരിക്കുന്നത്. അതൊക്കെ വിട്. അണ്ണ എവിടേക്ക് പോണ്? ഞാൻ ഒരു ചായ കുടിക്കാൻ പോണം. ശങ്കരണ്ണൻ ചായ കുടിക്കാൻ പോണം ഉള്ളതാണ് തന്നെ? നിന്നാണ് ചായ കുടിക്കാനാണ് പോണത്? സത്യമായിട്ടും? സത്യം. ശങ്കരണ്ണൻ ഫ്രീ അല്ലേ? ഞാൻ ഇന്നലെ ഫ്രീ. ഞാനും ഒന്ന് ഫ്രീ. നമുക്ക് ചായ തന്നെ ആക്കണോ? വേറെ വല്ലതും പിടിച്ചാലോ? ഓക്കെ ആണോ ശങ്കരണ്ണ? എന്നാ പോവാ. അതല്ല, ഹൈമതി അറിഞ്ഞ കുഴപ്പമാവൂലേ? ഹൈ എറിഞ്ഞ എന്ത് കുഴപ്പം? ഒരു സോഡ നാരങ്ങ വെള്ളം കുടിക്കാൻ എന്തിനാ അതിന് പ്രശ്നം? ഒരു പ്രശ്നം ഉണ്ടാവില്ല. സോഡ നാരങ്ങയുള്ളൂ. ആ അണ്ണ എന്ത് വിചാരിച്ച്? എന്നാ പോവാ. പോവല്ലേ? സോഡ നാരങ്ങയുള്ളെങ്കിൽ സോഡ നാരങ്ങയുള്ള പോവാ. അണ്ണന്റെ നാട്ടിൽ എന്താ പറയാ? ബോയഞ്ചി ഇല്ലേ? ബോയഞ്ചി. ആ ബോയഞ്ചി കഴിക്കാൻ നമുക്ക് പറ്റും. അവിടെ ഉണ്ടായിരുന്നു. ദിയയും കൂടെ വേണമായിരുന്നു. അല്ല ദിയ ഇവിടെ ഉണ്ടെങ്കിൽ ആന്റിയും മറ്റു വിളി വിളിക്കുമല്ലോ ദിയാന്നും പറഞ്ഞോണ്ട്. അത് കേൾക്കാൻ നല്ല രസമാണ്. കളിയാക്കാൻ തമ്പി ഒന്ന് പോന്നേ. അയ്യോ ഞാൻ കളിയാക്കിയതല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞതാ. അത് ഭയങ്കര രസം അത് കേൾക്കാൻ. താങ്ക് യു. അങ്കിൾ എന്തേ? അയ്യോ അത് ചോദിക്കാനാണ് ഞാൻ വന്നത്. അവിടെ ഫോണിൽ മിണ്ടിക്കൂടി നിൽക്കുന്ന ആളതാ കാണുന്നില്ല. ഇങ്ങോട്ട് എങ്ങനെ വന്നോന്നറിയാൻ വന്നതാ. ഇങ്ങോട്ടേക്കൊന്നും വന്നില്ല. മോനെ ഇതിന് കാലിനെന്ത് പറ്റി? ഓ ഒന്നും പറയണ്ട ആൻറ്റി, ശബരിമലയ്ക്ക് പോയിട്ട് വന്നതാ. പാറക്കുട്ടി അവള് കിടക്കാണോ കാലുകൊണ്ട് വയ്യാണ്ട്? എവിടെന്ന്? അവള് പയറ് പോലെ ഓടി നടക്കുവാണ്. ആന്റി നമ്മൾ അങ്കിളുടെ കാര്യം സംസാരിച്ചോണ്ട്. ഷൂ മറന്നു. അത് തന്നെ അങ്കിള് തിരക്കേ വന്നതാ. ഇങ്ങോട്ടെങ്ങനെ വന്നോന്ന് അറിയാനായിട്ട്. അങ്ങളെ കാണാനില്ലേ? ഇല്ല. അപ്പം മിക്കവാറും ചങ്ങരപ്പൂപ്പിൻ്റെ കൂടെ എവിടെയും പോയി കാണും. എവിടെ പോയി? വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. എവിടെ പോയി ശങ്കരപ്പൻ? ചങ്ങരപ്പൂപ്പ് നേരത്തെ മക്കളെ ഞാൻ ഒരു ചായ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു പോയി.
അയ്യോ ചായ കുടിക്കാൻ പോയതാണോ? അത് എന്നോട് പറയാന്നെങ്കിൽ ആയിട്ട് എടുക്കുമായിരുന്നല്ലോ. ആ ചായ കുടിച്ച് മടുത്തിട്ടായിരിക്കും ഇറങ്ങി പോയത്. പോടാ പോടാ പോടാ. അയ്യോ രണ്ട് മുഖം നോക്കി എപ്പോഴും അടിയാണ് എൻ്റെ മക്കളെ. ഒന്നും മിണ്ടാണ്ടിരിക്കുവോ? അല്ല അങ്കിളുടെ കാര്യം പറയും. ആ ചായ കുടിക്കാൻ തന്നെയാണ് പോയത്. ചായ കുടിക്കാൻ തന്നെ അതെ അപ്പൂപ്പൻ ചായ കുടിക്കാൻ എന്ന് പറഞ്ഞാണ് പോയത്. അപ്പം മിക്കവാറും അറങ്കോറങ്ങൾ ഇതേപോലെ കണ്ടു കൊണ്ടുപോയി കാണും. അല്ല ചായ കുടിക്കാൻ തന്നെ ആയിരിക്കും. വേറെ എന്തെങ്കിലും ഒപ്പിച്ചിട്ട് വരുമോ? അപ്പൂപ്പൻ്റെ ഒരു ചിന്തയിൽ ചായ കുടിയായിരുന്നു. പക്ഷെ ആളെണ്ണം കൂടിയ സ്ഥിതിക്ക് ചിലപ്പം തീരുമാനത്തിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാം. മാഡം ബിസ്ക്കറ്റും കൊണ്ട് എങ്ങോട്ട് പോണു? കഴിക്കാനാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എവിടെ പോവാണെന്നാണ് ചോദിച്ചത്. ഇവര് ദുബായി പോവാൻ പറ്റത്തില്ലല്ലോ, റൂമിലോട്ട് പോന്നു. അയ്യോ തമ്പി വല്ല കാര്യം ഉണ്ടായിരുന്നോ ആ ചെറുതിന്റെ വായത്? ഇതൊക്കെ എന്ത്? ഇതൊക്കെ ഞങ്ങൾ തമ്മിലുള്ളൊരു ബോണ്ടിങ് ഉണ്ടല്ലോ. ഓ തന്നെ വിട്. നല്ല ബോണ്ടിങ്. ആന്റി എന്താ മോളെ? ആന്റി ടെൻഷൻ എടുക്കാണ്ടിരിക്കുക, ഞങ്ങളിങ്ങ് വന്നോളൂ.